മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന മലനിരകൾ, 24 മണിക്കൂറും വീശുന്ന തണുത്ത കാറ്റ്, ചുറ്റിനും പച്ചപ്പാർന്ന ടീ എസ്റ്റേറ്റ്സ്, കാട്ടിനുള്ളിലൂടെയുള്ള വൈൻഡിങ് റോഡ്സ്, കൂടാതെ ഓരോ വളവിലും നമ്മളെ അതിശയിപ്പിക്കുന്ന ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ്. ഇവിടെ എത്തുന്ന ഓരോ നിമിഷവും ഒരു സിനിമാറ്റിക് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും മനോഹരവും ഇപ്പോഴും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഹിൽ സ്റ്റേഷനായിട്ടുള്ള നമ്മുടെ മേഘമലയിലേക്കാണ്. ഹൈവേവി മൗണ്ടൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലം ശരിക്കും പ്രകൃതിയുടെ ഒരു കൊച്ചു സ്വർഗം തന്നെയാണ്. മേഘമലയിലേക്ക് ഉള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു യാത്രയും അതുപോലെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് കിട്ടിയ 8ന്റെ പണിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. സോ വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് ARG ട്രെയിൽസ്. അങ്ങനെ ഈ ആഴ്ചത്തെ 6 ദിവസത്തെ ജോലി തിരക്കിനൊക്കെ ശേഷം ഞങ്ങൾ ഞായറാഴ്ച രാവിലെ തന്നെ ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ്. വെളുപ്പിനെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് ഏകദേശം ഒരു 180 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ മേഘമലയിലെ ഏറ്റവും അവസാനത്തെ വ്യൂ പോയിന്റ് ആയിട്ടുള്ള മഹാരാജ മേഡിലേക്ക്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പോയി വരാനുള്ള കണക്കൂട്ടലിലാണ് ഇത്രയും രാവിലെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തെ സ്ഥിരം ചായക്കടയിൽ നിന്ന് ഒരു ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ റൂട്ട് വരുന്നത് കുമളിയിൽ നിന്ന് കമ്പം തേനി റൂട്ടിൽ ചിന്നമന്നൂർ എന്ന ടൗണിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ മേഘമലയിലേക്ക് പോകുന്നത്. ശരിക്കും എയർ ഡിസ്റ്റൻസ് വെച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മേഘമല എന്ന് പറയുന്നത്. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവും മേഘമല ടൈഗർ റിസർവും ഒക്കെ ഒരു കാട് തന്നെയാണ്. ശരിക്കും നമ്മുടെ തേക്കടിയിൽ നിന്ന് കാട്ടിനുള്ളിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു 30 കിലോമീറ്ററെങ്കിലും മാത്രമേ മിനിമം ഇങ്ങോട്ടേക്ക് കാണത്തുള്ളൂ. എന്നാൽ നമ്മൾ റോഡിലൂടെ വരുമ്പം 90 കിലോമീറ്ററോളം അടുത്താണ് നമ്മുടെ കുമളിയിൽ നിന്ന് മേഘമലയുടെ അവസാന വ്യൂ പോയിന്റ് ആയിട്ടുള്ള മഹാരാജ മേട് വരെയുള്ള ദൂരം. നമുക്കറിയാം ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാറൊക്കെയാണ്. പക്ഷേ ഇങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്ക് നമുക്ക് സഹിക്കാൻ പറ്റാത്തതിലും അപ്പുറമാണ്. ഊട്ടിയിലൊക്കെ നമുക്ക് ഈ പാസ് ഇല്ലാതെ പോകാനും പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മേഘമല എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ അങ്ങനെ കാര്യമായിട്ട് തിരക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാടിൻ്റെ ഭംഗിയും പ്രകൃതിയും ഒക്കെ യഥാർത്ഥത്തിൽ വളരെ ശാന്തമായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് മേഘമല. ഇതുവരെ ഞങ്ങൾ പോയപ്പോഴൊക്കെ തന്നെയും ഇവിടെ തിരക്ക് തീരെ കുറവായിരുന്നു. മേഘമലയിൽ ചെന്നിട്ടുള്ള കാഴ്ചകളെക്കാളും കൂടുതലാണ് അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ടിനെ പറ്റി പറയാനാണെങ്കിൽ. ഈ പോകുന്ന റൂട്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ചുരമൊക്കെ ഇറങ്ങി തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ മാറുന്ന ഭൂപ്രകൃതിയും അതുപോലെ തമിഴ്നാടൻ ഗ്രാമ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഈ പോകുന്ന റൂട്ട് നമ്മളെ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. രാവിലെ ഈ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ റോഡ് സൈഡിൽ ഇതുപോലെ വണ്ടിയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല രസമുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. മേഘമല എന്ന് പറയുന്നത് ഒരു റിസർവ് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ചിന്നമന്നൂരിൽ നിന്നുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും രാവിലെ 6 മണിക്ക് ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് കടത്തി വിടുകയുള്ളൂ. അതുപോലെ തന്നെ തിരിച്ച് 4 മണിക്ക് മുന്നേ ഇറങ്ങുകയും വേണം. ചെക്ക് പോസ്റ്റിൽ വണ്ടിയൊക്കെ നിർത്തിച്ച് കംപ്ലീറ്റ് ബാഗൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ മുകളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറിയ കടകളിലൊക്കെ നല്ല അടിപൊളി ദോശയും ചട്നിയൊക്കെ കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇവിടുത്തെ ഓരോ ഫുഡിനും. ഇവിടെ ശരിക്കും വിറകടുപ്പിലാണ് ഇവരിതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും ക്വാളിറ്റി ഉള്ളൊരു ഫുഡാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. അപ്പോൾ മേഘമലയിലേക്ക് പോകുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, അവിടെ ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഫുഡ് പോലെ തന്നെയാണ് അവിടെ റൂമുകളും ഒക്കെ കിട്ടാൻ വളരെ പ്രയാസമാണ്. ശരിക്കും വളരെ വികസനം കുറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് മേഘമല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഫുഡൊക്കെ കഴിക്കുകയും പിന്നെ ഉച്ചയ്ക്കേക്കുള്ള ഫുഡ് പാഴ്സലൊക്കെ വാങ്ങിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നമ്മൾ ചിന്നമന്നൂർ ടൗണിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ മേഘമലയിലേക്ക് തിരിഞ്ഞു പോകുന്നത്. ഇനി ഇവിടുന്ന് മേഘമല വരെ ഈ ഒരു ഒറ്റ റോഡിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശവും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ആ ദൂരെ കാണുന്ന മലനിരകളാണ് മേഘമല. ശരിക്കും ബൈക്ക് റൈഡേഴ്സിനൊക്കെ വരാൻ പറ്റിയൊരു റൂട്ടാണിത്. നമ്മൾ എത്ര തവണ പോയി കഴിഞ്ഞാലും നമുക്ക് ഒട്ടും മടുപ്പ് തോന്നാത്ത അത്രയും ഭംഗിയാണ് ഈ ഒരു റൂട്ടിലൂടെ വണ്ടി ഓടിക്കുവാനായിട്ട്. പോകുന്ന വഴിയിൽ ഇതുപോലെ 2 സൈഡിലും ഒരുപാട് വിൻഡ് മിൽസ് ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ബാഗുകളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് അവർ മുന്നോട്ടേക്ക് കടത്തി വിടുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നമ്മൾക്ക് ക്യാമറയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പോകുന്ന വഴിയിൽ അവരത് യൂസ് ചെയ്യാനായിട്ട് പെർമിഷൻ ഇല്ല. നമ്മൾ ടോപ്പിലെത്തിയതിന് ശേഷം മാത്രമേ ഈ ക്യാമറയും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്.
മുൻപ് പലതവണ വന്നപ്പോഴും ഇപ്പോഴും തോന്നിയൊരു കാര്യമാണ്, മേഘമല എന്ന് പറയുന്നത് സാധാരണത്തെ പോലെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടെ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. എന്നാൽ അതിനേക്കാളൊക്കെ പ്രധാനം എന്ന് പറയുന്നത് ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ്. ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു റൂട്ടിൻ്റെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു റൂട്ടിൽ വാഹനത്തിരക്ക് വളരെ കുറവാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പോകുന്ന വഴിയിൽ ഇതുപോലത്തെ അടിപൊളി കാഴ്ചകളും. ഈ പോകുന്ന റൂട്ടിൽ എവിടെ നോക്കിയാലും നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് വ്യൂ പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും വണ്ടി നിർത്തി മേഘമലയിൽ എത്തുമ്പോൾ ആക്ച്വലി ഒരു നല്ല സമയം തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ ഫോറസ്റ്റ് റൂട്ടൊക്കെ കഴിഞ്ഞ് പയ്യെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ ഏകദേശം മേഘമലയോട് അടുക്കാറായിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ ലെങ്ത് ഇനി അങ്ങോട്ട് വളരെ കുറവാണ്. നമ്മൾ ആക്ച്വലി മേഘമലയിൽ എത്തിയതിന് ശേഷം ഇവിടുത്തെ എല്ലാ കാഴ്ചകളൊന്നും കാണാതിരുന്നില്ല. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് വലിയൊരു പണി തന്നെയാണ് രാവിലെ കിട്ടിയത്. ഇത്തവണത്തെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ പൊന്നുപോലെ കൊണ്ടു നടന്നിരുന്ന നമ്മുടെ DJI Mini 3 Pro ഡ്രോണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി. അതായത് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ക്രാഷായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയുണ്ടായി. നമുക്കത് എവിടെയാണെന്ന് ഇതുവരെയായിട്ടും റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഈ ഒരു വീഡിയോയുടെ ലെങ്ത് മുന്നോട്ടേക്ക് കുറവായിരിക്കും. ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ടേക്ക് യാത്ര പോകാനുള്ള ആ ഒരു താല്പര്യം അങ്ങ് പോയി. ഞങ്ങളുടെ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് ഓരോ സ്ഥലത്തിൻ്റെയും നമുക്ക് കാണാൻ പറ്റാത്ത ആകാശ കാഴ്ചകളും വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസൊക്കെ തന്നുകൊണ്ടിരുന്നതായിരുന്നു നമ്മുടെ ആ ഒരു ഡ്രോൺ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കുറഞ്ഞും പോയത്. അപ്പം ഇനി അങ്ങോട്ടുള്ള 1-2 വീഡിയോസിലേക്ക് നമുക്ക് ഡ്രോൺ വിഷ്വൽസൊക്കെ കുറവായിരിക്കും. അപ്പോൾ പുതിയ ഒരെണ്ണം വാങ്ങിക്കണം. എന്തായാലും അതുവരെ നമുക്ക് ഇതുപോലത്തെ വിഷ്വൽസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. മേഘമലയിലേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് മേഘമലയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നമ്മുടെ മഹാരാജ മേടും അതുപോലത്തെ മേഘമലയിലെ ഡാമുകളും ഒക്കെ ഉൾപ്പെടുത്തി വീണ്ടും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ നമ്മുടെ ഉത്തമപാളയത്തുള്ള സിംഗപ്പൂർ മെസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുന്നത്. ഇവിടുത്തെ ബിരിയാണിയൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പോൾ മേഘമലയൊക്കെ വരുന്നവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മട്ടൻ ബിരിയാണി മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഇവിടെ റേറ്റും വളരെ കുറവാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. തിരിച്ച് വരുന്ന വഴിയിൽ നമ്മൾ ജസ്റ്റ് കമ്പത്തെ മുന്തിരിത്തോട്ടത്തിലൊന്ന് കയറിയതാണ്. എന്തായാലും പതിവ് പോലെ തന്നെ എപ്പോഴും ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും വളരെയധികം വിഷമത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 3 വർഷത്തോളമായിട്ട് നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ട് കൊണ്ടുനടന്നൊരു നമ്മുടെ ഡ്രോണ്. അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് എന്തായാലും നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പഴയ പോലെയുള്ള സപ്പോർട്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ടേക്ക് വീണ്ടും പോകാനുള്ള എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പുതിയ ക്യാമറാസൊക്കെ വാങ്ങിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.